2025 ഏപ്രിൽ 11-നുള്ള കേരളത്തിലെ പ്രധാന 20 വാർത്തകൾ താഴെ. 1. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുലർച്ചെ 5 മണിയാകാൻ 15 മിനിറ്റ് മുതൽ രാത്രി 9 വരെ അടച്ചിരിക്കും. പൈങ്കുണി ആർട്ട് ഉത്സവം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. 2. എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഏപ്രിൽ 15-ന് ആലുവയിൽ ഉദ്ഘാടനം ചെയ്യും. ആദ്യ വിമാന സർവീസ് ജൂണിൽ കൊച്ചിയിൽ നിന്ന് ആരംഭിക്കും. 3. നിർമ്മൽ NR 427 ലോട്ടറി ഫലം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. വിജയികളുടെ പട്ടിക ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. 4. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ നിയമമാകും. 5. മോഹൻലാൽ ചിത്രം L2 എംപുരാൻ മികച്ച കളക്ഷനോടെ മുന്നേറുന്നു. മലയാളത്തിലെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറി. 6. കണ്ണൂരിൽ 4 പേർ MDMAയുമായി പിടിയിലായി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പോലീസ് ശക്തമായി ഇടപെടുന്നു. 7. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാളെ നിപ്പ സംശയത്തോടെ പ്രവേശിപ്പിച്ചു. പരിശോധനകൾ പുരോഗമിക്കുന്നു. 8. കൊച്ചി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ ഗാഞ്ച പിടികൂടി. അന്വേഷണം തുടരുന്നു. 9. പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു. പോലീസ് നിരീക്ഷണം ശക്തമാക്കി. 10. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. 11. കേരളത്തിലെ വിവിധ ജില്ലകളിൽ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുകയാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കാനാണ് ശ്രമം. 12. ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചു. ഭക്തജനങ്ങൾ വലിയ തോതിൽ പങ്കെടുത്തു. 13. വിഷു ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പൊതു അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു. 14. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്നു. 15. പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ബജറ്റിൽ ഉൾപ്പെടുത്തി. 16. വനിതാ സംരംഭങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിച്ചു. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം. 17. കൃഷി മേഖലയ്ക്ക് കൂടുതൽ സഹായം ബജറ്റിൽ ഉൾപ്പെടുത്തി. 18. ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ചു. 19. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കൂടുതൽ സഹായം നൽകും. 20. ട്രാഫിക് നിയന്ത്രണങ്ങൾ, റോഡ് വികസനം എന്നിവയുടെ ഭാഗമായി നഗരങ്ങളിൽ വിവിധ റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളോ കൂടുതൽ വിശദമായി വേണമെങ്കിൽ പറയൂ.